ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമൻ നഴ്സിംഗ് കോളേജസിനെ കുറിച്ചാണ്. അപ്പോൾ സിമൻ നഴ്സിംഗ് കോളേജസിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീഡിയോസിലെ കമൻറ്റ്സ് ഞാൻ കാണുകയുണ്ടായി. അപ്പം നമുക്കിന്ന് സിമൻ നഴ്സിംഗ് കോളേജസ് എവിടേക്കാണ്, മെയിൻലി 4 നഴ്സിംഗ് കോളേജസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വർഷം 2022 ഒരു അഡ്മിഷൻ ഗൈഡ് ലൈൻസിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ ഒത്തിരി റിക്വസിഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി നഴ്സിംഗ് കോളേജസിനെ കുറിച്ചും അസോസിയേഷനെ കുറിച്ചും നമ്മൾ ചാനൽ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. അപ്പം നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ ചാനൽ വരികയും ചെയ്യും. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മദേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് നഴ്സിംഗ് വേക്കൻസീസ് വരുന്നതനുസരിച്ച് ഞാൻ പോസ്റ്റേഴ്സ് ഇടാറുണ്ട്. അപ്പം നിങ്ങൾക്കത് യൂസ് ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ നമുക്ക് സിമൻ നഴ്സിംഗ് കോളേജസിൻ്റെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാലക്കാടുണ്ട്, മലമ്പുഴ സിമൻ നഴ്സിംഗ് കോളേജ്. നെക്സ്റ്റ് വൺ ഇസ് ഓൺ കാസർഗോഡ് സിമൻ നഴ്സിംഗ് കോളേജ് ഉണ്ട്, ഉടുമ എന്ന് പറഞ്ഞ സ്ഥലത്ത്. നെക്സ്റ്റ് പള്ളുരുത്തി, അത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ് സിമൻ നഴ്സിംഗ് കോളേജ്. അടുത്ത സിമൻ നഴ്സിംഗ് മുട്ടുതറ എന്നിടത്താണ്. അപ്പം ഈ 4 സിമൻ നഴ്സിംഗ് കോളേജസ് ആണ്. അപ്പോൾ ശരിക്കും സിമൻ നഴ്സിംഗ് കോളേജ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽസ് ആയിട്ട് പോകുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്നാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത്. പക്ഷേ ഫീസൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജസ് എന്ന് പറഞ്ഞ ഫീസ് അങ്ങനെ കുറവെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം നെക്സ്റ്റ് നമുക്കിൻ്റെ അത് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് ലാസ്റ്റ് 2 വർഷം കോവിഡിന് മുന്നേയൊക്കെ അവരുടെ നേരത്തെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. പിന്നീട് കോവിഡ് ആയതിനു ശേഷം നമുക്കത് ഓൺലൈൻ പ്രൊവിഷൻസ് ആയി. ഇപ്പം നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ LBSൻ്റെ അണ്ടറിലേക്ക് സീറ്റ് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50% മെറിറ്റ് കോട്ടയിൽ 35% സീറ്റ്സ് നമുക്ക് സിമറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആയിരുന്നു. നേരത്തെ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 50 ടോട്ടൽ സീറ്റ്സിൽ മാനേജ്മെൻറ്റ് കോട്ട 35 സീറ്റും NRI കോട്ട 5%, ഫോറിൻ സ്റ്റുഡൻസ് കോട്ട എന്ന് പറഞ്ഞാൽ 10%, അങ്ങനെയായിരുന്നു ഒരു കാറ്റഗറൈസേഷൻ. പക്ഷേ ഈ ഒരു വർഷം അവർ പറഞ്ഞിരിക്കുന്നത് 85% മെറിറ്റ് അടിസ്ഥാനത്തിൽ LBS ത്രൂ തന്നെയും 15% NRI കോട്ടയും LBS ത്രൂ തന്നെ ഉള്ള രീതിയിൽ സൈറ്റ് ആഡഡ് ആയിട്ട് LBSൻ്റെ അണ്ടറിൽ അപ്ലൈ ചെയ്തിട്ട് മാർക്കിന് ബേസിസിലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ LBSൽ 60 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 സീറ്റ് വെച്ചിട്ടായിരുന്നു LBSൻ്റെ അണ്ടറിൽ വന്നിട്ടിരുന്നത്. ബാക്കി 30 സിമറ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റ് കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ 85% സീറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 45 സീറ്റ്സ് വെച്ച് എല്ലാ കോളേജസിലും നമുക്ക് ടോട്ടൽ സിമറ്റ് നഴ്സിംഗ് കോളേജസ് ആഡഡ് ആയിട്ട് LBSലേക്ക് വരും. 45+ NRI കോട്ട അവർ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ 50 NRI ബേസ്ഡും നമുക്ക് LBS ത്രൂ വരാനുള്ള കാര്യം അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ സിമറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ വിളിച്ച സമയത്തും അവരും അങ്ങനെ തന്നെയാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ സിമറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടില്ല LBSൽ. ഇനിവേ സിമറ്റൊക്കെ ഫോക്കസ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി LBS ആപ്ലിക്കൻസ് അല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ LBSും അപ്ലൈ ചെയ്യണം. ഇനി കോമൺലി എല്ലാ കോളേജസിൽ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള കോളേജസ് എല്ലാം തന്നെ LBS ആണ്. പക്ഷേ ഞാൻ പറഞ്ഞത് സിമറ്റിൻ്റെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള CPASൻ്റെ കേസിൽ അങ്ങനെയല്ല. CPAS എല്ലാം നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആയിരുന്നു. പക്ഷേ സിമറ്റിന് ഈ ഒരു വർഷം ഒരു ചേഞ്ച് വന്നിരിക്കുന്നു. അപ്പോൾ അവരങ്ങനെയാണ് സൈറ്റിൽ പോർട്ടലിൽ പറഞ്ഞിരിക്കുന്നതും. പക്ഷേ അതിന് ചേഞ്ച് ഉണ്ടാവില്ല ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു ഇതാണ്. അപ്പം സിമറ്റ് നഴ്സിംഗ് കോളേജ് ഫോക്കസ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി LBS ത്രൂ ആണെന്ന് മനസ്സിലാക്കുക. ഒഫീഷ്യൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചാനൽ അപ്ഡേഷൻ കിട്ടുന്നതനുസരിച്ച് പ്രോപ്പർ ഇൻഫർമേഷൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജസിനെ കുറിച്ചൊരു വിലയിരുത്തൽ അങ്ങനെയൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ, ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പിൽ. ബിക്കോസ് അതിലായിരിക്കും നമുക്ക് കോളേജിൻ്റെ റേറ്റിംഗും ക്രൈറ്റീരിയ. ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെ അതിനകത്ത് ഗൈഡ് ലൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളേജ് എന്താ അങ്ങനെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് റിപ്ലൈ ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പം ഗ്രൂപ്പിലായിരിക്കും ഇതിനകത്തൊരു ഗൈഡ് ലൈൻ എന്ന ക്ലാസ്സിലുണ്ടാകുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആസ് പെർ ദ ഇൻട്രസ്റ്റ്. അതിൻ്റെ ജോയിൻ ലിങ്ക് കമൻസിലും ഡിസ്ക്രിപ്ഷൻസിലും ഒക്കെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് കമൻറ്റ് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ നഴ്സിംഗിൽ എനിക്ക് എത്രയേ പറയാനുള്ളൂ. കുറച്ച് പേര് കഴിഞ്ഞ ദിവസം നഴ്സിംഗിൽ ജോയിൻ ചെയ്തവർ പഠന സംബന്ധമായിട്ടും കുട്ടികൾ പഠിക്കാൻ പ്രയാസമുള്ളവർ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫോക്കസ് ടു സ്റ്റഡി എന്നതിനൊപ്പം തന്നെ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് വളരെ മാൻഡേറ്ററി ആണ്. ചിലർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാറുള്ളവരുണ്ട്, ചിലർ ഈസി ആണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്കൊന്നും പഠിക്കാനില്ലെന്ന് വിചാരിച്ച് ആരും നഴ്സിംഗ് ഫോക്കസ് ചെയ്യരുത്. ഡെഫിനറ്റ്ലി ജോബ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ നമുക്ക് പഠിക്കാനുണ്ട്. സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ ടീച്ചിങ് സപ്പോർട്ടുള്ള കോളേജസ് തന്നെ എപ്പോഴും എടുക്കുക. കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. പല കുട്ടികൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട് പഠിക്കുന്നതിൻ്റെ ഒരു പ്രയാസം പറഞ്ഞ് ഇത് ഒന്നുകൊണ്ട് എങ്ങനെ പഠിക്കണം
ചെയ്യണമെന്ന് സജഷൻ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് എല്ലാവരോടും കോമൺലി പറഞ്ഞാൽ ഏതൊരു കുട്ടിയാണെങ്കിലും നഴ്സിംഗ് ഇപ്പോഴും ഇഷ്ടപ്പെട്ട് കടന്ന് വന്നാൽ മാത്രമേ നമുക്കൊരു ഈസി വേ ആയിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അതർ ദാൻ ദാറ്റ് ഇച്ചിരി നമുക്ക് ഡിഫിക്കൽട്ട് തോന്നും. കാര്യം ഇൻട്രസ്റ്റിൽ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് വെരി മച്ച് മാൻഡേറ്ററി. അത് വളരെ ശ്രദ്ധിക്കുക. കാര്യം ഞാൻ ടീച്ചിങ് ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ ഗൈഡ് ലൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം പേരുടെ ഇൻസ്റ്റാഗ്രാമിൽ മദേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജിന് അനുസൃതമായിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. എനിവേ സിമെറ്റ് ഫോക്കസ് ചെയ്യുന്നവരും അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻ നമ്മുടെ ചാനൽ വരും. ചാനലിലെ വീഡിയോ ഷെയർ ചെയ്യുക. നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നഴ്സിംഗ് ബേസിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ഞാൻ ഇടുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. നഴ്സിങ്ങിൻ്റെ കോഴ്സിൻ്റെ ക്രൈറ്റീരിയ ഓഫ് ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള പ്രിലിമിനറി വീഡിയോ ഗൈഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ നഴ്സിംഗ് ഫോക്കസ് ചെയ്യാനായിട്ട് കണ്ടിരിക്കുക. ഓക്കെ, നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോ. അതിൻ്റെ വീഡിയോ ലിങ്ക് വന്ന് ഡിസ്ക്രിപ്ഷനും കമൻറ്റ്സിൽ അറ്റാച്ച് ചെയ്താണ്. അങ്ങനെയുള്ള വീഡിയോസ് കാണാം. പാരാമെഡിക്കൽ സ്ട്രീംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണ്. ജോബ് സെക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ അപ്ഡേഷൻസ് തരാറുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോ അപ്ഡേഷനായിട്ട് കാണുന്നവരെ. സോ ഇനിയും ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചാനൽ ഫോക്കസിൽ പറയും. എഡ്യൂക്കേഷൻ ബേസ്ഡുള്ള അപ്ഡേഷൻ വീഡിയോ ഇട്ട് കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ. എനിവേ അതുവരെ ടിൽ ദെൻ താങ്ക് യു.